ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നേരത്തെ വീഡിയോയിൽ നമ്മൾ നിർത്തിയപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും പോയി ഭയങ്കര ബോറായിട്ടായിരുന്നു നിർത്തിയേക്കണത്. ആ സാധനങ്ങളൊക്കെ നമ്മളൊരു ബോട്ടിൽ പോയി തിരിച്ചെടുത്തു നിന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ വലിയൊരു സാമ്രാജ്യം അങ്ങനെ എന്തോ സാധനപ്പാണ്. അപ്പം നമുക്ക് ആദ്യമേ കിടന്നുറങ്ങാം. രാത്രി ആവാറായി. നമ്മൾ കിടന്നുറങ്ങാം. നമ്മൾ കുറേ സ്ലൈമിനെ കൊന്ന് ബിക്കോസ് ആ കേവിൻ്റെ ഉള്ളിൽ ഗോൾഡ് ഉണ്ടായിരുന്നു, പിന്നെന്താ പറയുക, റെഡ് സ്റ്റോൺ ഉണ്ടായിരുന്നു, പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു വിച്ചിനെ തപ്പിപ്പോയത്. വിച്ചിനെ എന്തിനാ തപ്പിപ്പോയെന്ന് ചെയ്യാം, വിച്ചിനെ കൊന്ന് നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടും. അതിനെ പോയ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് 4 റെഡ് സ്റ്റോൺസ് കിട്ടി. 2 റെഡ് സ്റ്റോൺസ് വെച്ചിട്ട് ഞാൻ നോർമൽ പിസ്റ്റൺ പണിതു. അതിന് വേണ്ടത് എന്താ പറയുക, വുഡ് പ്ലാങ്ക്, ഇത് ഓക്ക പ്ലാങ്ക്, പിന്നെ ഇത് ഒരു അയൺ ഇങ്കട്ട്, കോബിൾ സ്റ്റോൺ, പിന്നെ ഇത് എന്താ പറയുക, റെഡ് സ്റ്റോൺ ഡസ്റ്റ്. അത് അവിടെ നിന്ന് കിട്ടിയപ്പോൾ സമാധാനമായി. നമ്മൾ സ്റ്റിക്കി പിസ്റ്റൺ ഉണ്ടാക്കി എന്തിനാ ചെയ്യാം, സീക്രട്ട് ബേസ് പണിയാൻ. സോ ലെറ്റ്സ് ഗോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഗോൾഡൻ ആപ്പിൾ എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ഗോൾഡൻ ആപ്പിൾ കിട്ടിയത് അവിടെ ആ ബോട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ മറ്റേ ഓൾറെഡി പോർട്ടൽ ഉണ്ടാക്കി വെച്ചേക്കണ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ നമുക്കത് കിട്ടി. സോ കളി തുടങ്ങാം. കളി ശരിക്കും നമുക്കിന്ന് 2 കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സീക്രട്ട് ബേസ് ഉണ്ടാക്കണം. സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചാൽ, റെഡ് സ്റ്റോണ്, ഈ സാധനങ്ങളൊക്കെ, ലിവർ, റെഡ് സ്റ്റോൺ സാധനങ്ങളൊക്കെ കുറച്ച് ടോർച്ച് എടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് എനിക്ക് ഇത് കൊടുക്കണം ഗൈസ്. സെക്കൻഡ് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് കുറേ ഉണ്ടാക്കാം. ഇത് സ്റ്റേഴ്സ് ഉണ്ടാക്കണം. അതിന് സ്റ്റിക്ക് സോ ഇനി വേറെ കാര്യങ്ങൾ. അയ്യോ മൈനായിട്ട് കൊടുക്കില്ല. ഓക്കെ, നമുക്ക് മൈൻ നമ്മൾ സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ പോണ സ്ഥലത്ത് നമുക്ക് സീക്രട്ട് ബേസ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഒരു കേവിൻ്റെ സ്ഥലമാണ്. അത് ഞാൻ ഓൾറെഡി ബെഡൊക്കെ ഇട്ട് വെച്ചാൽ. അയ്യോ ക്രീപ്പറിന് നമ്മൾ ആനയിച്ചു കൊടുന്നു. രാവിലെ കണ്ടു. നമുക്ക് ആദ്യം ബെഡ് മുറിച്ചിട്ട് പോവാം. നമുക്ക് കുറച്ച് ആ ക്യാമറയുടെ മുമ്പിലോട്ട് എൻ്റെ കൈയൊക്കെ വരും, ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ ഈ ബെഡ് മുറിക്കണ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് അടിക്കുക. നമുക്ക് എൻ്റെ ടാർഗറ്റ് ഈ ഒരു ഇയർ 2025 തീരുന്നതിന് മുമ്പേ എനിക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നാണ് ആഗ്രഹം. അത് ഭയങ്കര സിമ്പിളാണ്. 100 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് സപ്പോർട്ട് ചെയ്ത് പിന്നെ ലൈക്ക് ചെയ്യുക. ശരിക്കും എൻ്റെ വീട്ടിലോട്ടുള്ള വഴി ഏതാണെന്ന് എനിക്കറിയില്ല. നമ്മൾ എങ്ങനെയൊക്കെയാണ് അറിയാൻ പോകുന്നത്, എങ്ങടെ പോണീന്ന് പോലും എനിക്ക് ശരിക്കും പോണത്. ആ ഒരു സീക്രട്ട് ബേസ് ഉണ്ടാകാൻ ഞാൻ ഒരു മരം അവിടെ കണ്ടു, ഒരു സെറ്റപ്പ് സീക്രട്ട് ബേസിന് കട്ടയായിരുന്നു. പെർഫെക്റ്റ് മരം
ടോപ്പിൽ ആ മരമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പരിപാടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിക്കി പിസ്റ്റൺ മൈൻക്രാഫ്റ്റ് സർവൈവൽ ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ കുറേ സീക്രട്ട് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് സീക്രട്ട് ബേസിൻ്റെ സിമ്പിൾ സീക്രട്ട് ബേസിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷേ ക്രിയേറ്റീവ് ആയിരിക്കും, ബിക്കോസ് അല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര സാധനങ്ങളൊക്കെ എടുത്ത് കുറേ സീക്രട്ട് ബേസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് പണിതാൽ മതി. അതിന് മുമ്പ് മൈൻ ചെയ്യാൻ നമുക്കൊരു മരം മുറിക്കണം. മരം ഒരു മരം നമുക്ക് മുറിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊന്നും ഈ ലാൻഡിലൊന്നും ഒരു മരം ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് മരം മുറിക്കാൻ നല്ല അവിടെ കോൾഡ് ഏരിയ കേട്ടോ, ഐസിൻ്റെ ഏരിയ. ശരിക്കും നമുക്ക് അവിടെ ഒരു മരം, ആ മരം പോയി മുറിച്ചിട്ട് മരം പകുതി മുറിച്ചിട്ടേക്കുക. ഞാൻ ഫുഡും കഴിക്കും. എനിക്കിപ്പോൾ സെറ്റ് ഫുഡ് മെയിൻറ്റെയിൻ. ഇവിടെ നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയില്ല, ഇതിന് വെച്ചതാ. മൂന്നെണ്ണം കിട്ടി. നമുക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 12 എണ്ണം. പിന്നെ ബാക്കിയുള്ള നമുക്ക് വെച്ച് സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അവിടെ സ്റ്റോൺ മുറിച്ചിട്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സീക്രട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് തുറക്കുമ്പോൾ വലിയ ഡയമണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയാലും അവിടെ 2 ഷീപ്പിനെ കാണാണ്ട് കൊന്നു. ഈ ക്യാമറ മാങ്ങാസോയി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സ്റ്റേബിളായിട്ട് ഈ സ്ഥലത്ത് നിൽക്കുന്നില്ല. അടുത്ത പോരാ, ഇനിയും വേണം, ഇനിയും കൊല്ലണം. അതായത് 2 ബെഡ് ഉണ്ടാക്കും നമ്മൾ. പിന്നെ നിന്റെൻഡോ സ്വിച്ച് ഹൗസിൻ്റെ വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് വേൾഡിൽ കയറിയിട്ട് നിന്റെൻഡോ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ഗെയിമിംഗ് ചാനൽ. നമ്മൾക്ക് തൽക്കാലം ഇതെന്താ വമ്പനൊരു ഗെയിം. പെട്ടെന്ന് അറിയും കൊലുബല്ല സോംബി വന്നു. മലയിലോട്ട് കയറാൻ നല്ല ഒടുക്കത്തെ പാടാ. സൺ താഴ്ന്നു തുടങ്ങി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ബെഡിട്ട് കിടക്കും. അത് സത്യമായിട്ട് സൺ താഴ്ന്നു നമ്മൾ ബെഡ്. ഇന്ന് നമുക്ക് അപ്ലയൻസസ് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ രാവിലെ മീൻസ് ഈ സൺ താഴ്ന്നു നാളെ രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അല്ല, നമുക്ക് സീക്രട്ട് ബേസ് പണിയാൻ തുടങ്ങാം. എന്തോരം ഇത് അടക്കും.
ഇത് അംബാനി ഞാനാകും മനജീവന കൊണ്ടുപോകാൻ പിക്കേക്സ് കൊല്ലം പണിയുണ്ട്. ആദ്യമൊരു ബെഡ് ഇതുണ്ട ഈ ഒരു സ്ലീപ്പിംഗ് ത്രൂ ഔട്ട് ദ നൈറ്റ് ഇല്ലേ, ഇത് മാറിയിട്ട് അതിപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ മാറിയതാണ്. പണ്ടൊരു ഗ്രീൻ കളർ കുഞ്ഞു സാധനം വന്നിട്ടേ പറയുള്ളൂ. അത് അല്ല, ഇപ്പം അത് മാറി. ഉണ്ടാക്കി തുടങ്ങാം. ഉണ്ടാക്കാം. 2 ആണ്. 2x2x2x2 എടുക്കുന്നത്. ഇത് നമ്മൾ മുറിക്കുക കേട്ടോ. മരം അങ്ങനെ നമ്മൾ മുറിക്കുക. മൊത്തം മുറിക്കരുത്. ആദ്യത്തെ 2 പോർഷൻ മാത്രമേ നമ്മൾ മുറിച്ചിട്ട് നന്നായി വരും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ടോപ്പിക്കാണ്. മൂന്നാമത്തെ നമുക്ക് മൂന്നാമത്തെ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. കൊല്ലണം. കൊല്ലിലെ മോശമാണ്. നമുക്ക് ഇവിടെ സാധനം ഉണ്ടാക്കാൻ നോക്കാം. ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ ചെയ്യാം. കണക്ഷൻ, പക്ഷെ കണക്ഷൻ അങ്ങനെ വൃത്തിയായിട്ട് കൊടുക്കൂല. അടിയിൽ നിന്നുള്ള കണക്ഷൻ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. 2 റെഡ്സും വെച്ച് അങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നടക്കില്ല എന്നാണ്. ശരിക്കും ഇത് ഭയങ്കര പാടുള്ള സംഭവം. ബിക്കോസ് 2 റെഡ് സ്റ്റോണേ നമ്മളടുത്തുള്ളൂ. ഈ റെഡ് സ്റ്റോൺ കിട്ടണമെങ്കിൽ വിച്ചിനെ കാണണം. വിച്ചിനെ കണ്ടെങ്കിൽ 4 റെഡ് സ്റ്റോൺ കിട്ടും. വിച്ചിനെ കാണാൻ കൊടുക്കത്ത പണിയാണ്. ഓക്കെ, കിട്ടി.
കുറച്ച് പാടാ പ്ലാൻ സെറ്റാക്കാൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഗൈസ് സോറി അബൌട്ട് ദാറ്റ്. നമുക്ക് വീണ്ടും ഗെയിമിലോട്ട് തിരിച്ചു വരാം. സോറി. നമുക്ക് ആദ്യമേ ഇത് ലോഡായി വരട്ടെ. നമുക്ക് എന്നിട്ട് ഇത് ചെയ്യാം. ലിവർ എടുത്ത് വെച്ച് ദെൻ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ 2 എണ്ണം ആവുമെന്ന് നോക്കണം. 2 എണ്ണം ആവും. സോ നോ ഇറ്റ്സ് ഡൺ. ഇനി നമുക്ക് 2 സാധനം എടുക്കണം. 2 എണ്ണം കൊടുക്കണം. നമുക്ക് ഓക്കെ ഇപ്പോൾ സെറ്റാ. അലൈൻ ചെയ്യണ ഏറ്റവും വലിയ വട്ടാവുന്നു. ഇതിൻ്റെ ടോപ്പിക് ഇങ്ങനെ വയ്ക്കാം. വച്ചെന്ന് എനിക്ക് തലവേദന. ഓക്കെ അപ്പം ഇനി എഴുതി. കറുത്തല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് ഊരിപ്പോകും. ഇത് കറുത്തല്ലേ നമുക്ക് ഇനിയും മരം പിടിക്കേണ്ടി വരും. മരം മുറുക്കേണ്ടി വരും. പണി പൊട്ടയാടേ. നീ മരം മുറിക്കണം. നീ നമുക്ക് മരം മുറിച്ചോണ്ടേ ഇരിക്കുക. മരം കുറച്ചുകൂടി മുറിച്ചിട്ട് വരാൻ ബിക്കോസ് ഇല്ലെങ്കിൽ പണി നടക്കില്ല. സീക്രട്ട് ബേസ് സെറ്റ് ആക്കണം. ചിലപ്പോൾ ഇനി സീക്രട്ട് ബേസ് സെറ്റ് ആക്കാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. ക്യാമറ കുറച്ച് എപ്പോഴും ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇതിൻ്റെ പാർട്ട് 1 ഇന്നലെ ഞാൻ ഇട്ടേ ശരിക്കും. ഇന്നലെ മോർണിംഗ് ഞാൻ ഇട്ടു. ബട്ട് നെറ്റ് ഇഷ്യൂസ് കൊണ്ട് ഇന്നലെ രാത്രിയാണ് അത് അപ്ലോഡ് ആയത്. നമുക്ക് നൈറ്റ് വീണ്ടും ആവാറായിരുന്നു. മൈൻക്രാഫ്റ്റിൽ നൈറ്റ് ഇല്ല എന്നുള്ള അവസ്ഥ അയ്യോ ഗൈസ്. ഇനി നമുക്ക് ഇനിയിപ്പോൾ സെറ്റായിരിക്കും. ഏത് ഡയറക്ഷനിൽ വെച്ചാലും ഒരേ ഇതേ കിട്ടുമോ? ഏത് ഡയറക്ഷനിൽ വച്ചാലും ഒരേ സാധനം കിട്ടും. ഒരേ വേവിലെന്ന് മീൻസ് ആ മറ്റേ പോർഷൻ കാണില്ല. ടോപ്പിലോട്ട് കയറാം. ഇപ്പം ആടതിൻ്റെ ടോപ്പിലോട്ട് കയറാം. ഒന്നൊന്നുമില്ല. ഇനിയില്ല ടോപ്പിലോട്ട് നമുക്കിതാണ്. പിന്നെ അവിടെ ഉള്ള ചെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ വയ്ക്കും. അങ്ങനെയൊക്കെ സെറ്റാക്കും. ഇനിയിപ്പോൾ സെറ്റാ നമുക്ക് സെയിം ഡയറക്ഷൻ സാധനം സെറ്റായി. ഇവിടെ ഒരു
ഒരു അൺകോമൺ കോമൺ അല്ലാത്തൊരു ബ്ലോക്ക് എത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് സോമ്പി വരും. അത്രയും വൈകിയ സോമ്പി വരും. ഇവിടെ നൈറ്റോ സൺസെറ്റോ ആയല്ലോ നൈറ്റ്. ഇവിടെ നൈറ്റായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 21 minutes ആയി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ 5 minutes കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടു. ഇവിടെ നിന്നാണ് അണ്ടർഗ്രൗണ്ട് നമുക്ക് കുഴിക്കാം. എത്ര വേണമെങ്കിലും കുഴിക്കാം നമുക്ക്. ഇഷ്ടമുള്ള അത്രയും കുഴിക്കാം. പുറകിലോട്ടേ ആക്കാൻ പറ്റും. മനസ്സിലായേ? നമുക്കിങ്ങനെ താഴോട്ട് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് സിമ്പിളായിട്ട് പുറത്തോട്ട് ഇറങ്ങാം, സിമ്പിളായിട്ട് പുറത്തോട്ട് ഉള്ളിലോട്ട് കയറുകയും ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി സീക്രട്ട് ബേസ്. ഇതിന് അടിയിലൊരു തുരങ്കമൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ആക്കും. ഇതാണ് സംഭവം. അടിയിൽ അങ്ങനെ തുരങ്കം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുഞ്ഞു സീക്രട്ട് ബേസ് മതിയല്ലേ? നിങ്ങൾ ചോദിക്കും ഞാൻ ചീറ്റ് ചെയ്യുന്നല്ല കേട്ടോ, സത്യം ഞാൻ പറയാം, ഞാൻ ചീറ്റ് ചെയ്യില്ല കേട്ടോ. സത്യം എൻ്റെ ട്രൂത്ത്, ഞാൻ ചീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഈ റെഡ് സ്റ്റോണൊക്കെ ചീറ്റ് ചെയ്തത്. ഒരിക്കലും അല്ല ഗൈസ്, ഒരിക്കലും അല്ല, ഞാൻ ചീറ്റ് ചെയ്യില്ല. അങ്ങനെ സർവൈവലിൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ. അത് നിങ്ങൾ എഗ്രി ചെയ്യണം. ഇപ്പോൾ സർവൈവലിൽ ഞാൻ സർവൈവലിൽ മാത്രമേ കളിക്കുള്ളൂ. കുറേ വഴി പറയും. എന്താ ഞാൻ സർവൈവലിൽ കയറിയിട്ട് ക്രിയേറ്റീവ് ആക്കി റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്ത് ഉണ്ടാക്കി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാൻ സർവൈവലിൽ കളിക്കുന്നത്. അത് നിങ്ങൾ പറ, എനിക്ക് പിന്നെ സർവൈവലിൽ കളിക്കേണ്ട കാര്യമില്ലല്ലോ. സോ നമ്മൾ ഒരു 2 minutes കഴിയുമ്പോൾ വീഡിയോ എൻഡ് ആവും. വീഡിയോ എടുക്കാൻ തന്നെ നല്ല ടൈം വരുന്നുണ്ട്. ഇതിൻ്റെ അപ്ഗ്രേഡേഷനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മൊത്തം മൈനായി ഏറ്റവും പാട് സർവൈവൽ ഏറ്റവും പാട് കഷ്ടം തന്നെ.
ഫ്ലിൻ്റൊക്കെ കിട്ടും ഇത് മുറിക്കുമ്പോൾ. എന്നാലും മൈനിങ് ഭയങ്കര പാടാണ്. ഇതിൽ നിന്നും വരും. ഇപ്പം കറക്റ്റായി. ഇപ്പം ഈ ഒരു കുഞ്ഞു റൂം കുറച്ചുകൂടി വലുതാക്കും. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ അപ്ഗ്രേഡേഷനും ചെയ്യും, വലുതാക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ. ഇൻ ദിസ് വീഡിയോ. അപ്പോൾ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.